ഈ പറഞ്ഞ പോലെ ഉണ്ടായ വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് കമന്റ്സുകൾ താങ്കൾക്കെതിരെയായിരുന്നു അവർക്കെതിരെയും വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന ഏതൊരു വ്യക്തിയെ അങ്ങനെ എത്തിക്കറ്റ് ചെയ്യുന്ന രീതിയായിട്ട് നടപടിയല്ലല്ലോ. ഇപ്പൊ ഒരു നായകനാകാൻ മാത്രമല്ല, ക്യാരക്ടർ റോൾ ചെയ്താൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെ ആയിരിക്കും. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാറുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇരിക്കാം ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാര്യം ഞാനൊരു സെൽഫി എടുത്തോട്ടെ നിങ്ങളോട് എല്ലാവരോടൊപ്പം. അങ്ങനെയല്ല, നിങ്ങളോടൊപ്പം സെൽഫി എടുക്കാൻ എനിക്ക് തോന്നി. സോറി. ഓക്കെ, ഓക്കെ, നിങ്ങളോട് എല്ലാവരോടെയും കൂടെ ഒരു സെൽഫി. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം. സോ ഇത് എന്റെ ലൈഫില് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ വാറിന് ഫസ്റ്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സോ ആൾക്കാര് പലതും പറയട്ടെ, എന്തുവേണമെങ്കിലും പറയട്ടെ. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ്. ഇത് വിജയിക്കും, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതേപോലെ ഇപ്പം സംവിധായകൻ കുറച്ച് മുന്നേ പറഞ്ഞു നാദിരക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു. അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റോക്കി അത്തരത്തിൽ ഇതിനെതിരെ കേസിന് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഞാൻ ആക്ച്വലി ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ബ്രോ. നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെന്റേജ് പോലും ബാധിക്കുന്നില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാദിരയെ കുറിച്ചിട്ട് തന്നെ ഒരു കാര്യം, അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു. ഓക്കെ, ഒരു പേര്, ഒരു വാക്ക് ഞാൻ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ നാദിരയെ വിളിച്ച് ഞാൻ ചോദിച്ചു, നാദിര ഭയങ്കര മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നാദിര പറഞ്ഞു കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം. സോ അത് ഭയങ്കര സക്സസ് ആവും. ഒരു ഞാൻ നായകനാവാം, ഹീറോ ആവാൻ, നിന്റെ നായകനാവാൻ റെഡി. ഓക്കെ, അതൊരു നല്ലൊരു സബ്ജക്റ്റ് ആണ്. ആൾക്കാരെ ഒരു ഐഡിയ തന്നെ എനിക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു. ഞാൻ എന്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പോസിറ്റീവായിട്ട് കാണുന്നു. ഈ നാദിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കും. അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ, അവര് പറഞ്ഞോണ്ടേ എനിക്ക് പറയുന്നു എന്ന് പറയട്ടെ. അതിനൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് എടാ അവരൊന്നും വലിയ കാര്യങ്ങൾ അതേ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി ഒരുപാട് ഇപ്പൊ നമ്മളെ പോലെ ഒന്നല്ല, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നാദിര. അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിച്ചൈ വാങ്ങി ഉണ്ണുമാട്ടി വിട്ടു പോതിലും അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛനില്ലേ. പിന്നെ അത് എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ എന്നല്ല. അങ്ങനെ ഏതെങ്കിലും ഒരാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു EV കണ്ടസ്റ്റന്റിനാണ്. അച്ഛനില്ല എന്ന് വെച്ചാൽ ഭയമില്ല, അല്ലെ? ഭയമില്ല. പിച്ചൈ വാങ്ങി ഉണ്ണുമാറ്റി നമ്മുടെ വീട്ടുകാർ ചോറ് തരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചിറകുകളുണ്ട് എല്ലാവർക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റാതെ കൊണ്ടാണ്. എല്ലാവർക്കും ഇടാൻ വിങ്സ് ഉണ്ട്, എല്ലാവർക്കും പറക്കാനുള്ള പേടി, ആ ഭയം അരുവിന് ഇല്ല, അല്ലെ? സ്റ്റാർട്ടിങ് പറഞ്ഞതല്ല, ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരും ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ എത്ര പാടുണ്ട്, എത്ര കാര്യങ്ങളുണ്ട്. നിങ്ങൾ എത്രയും പേര് ഇവിടെ വരണമെങ്കിൽ തന്നെ എത്ര കഷ്ടമാണെന്ന് ആലോചിച്ചത്. അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വം എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട. മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് തറയിട അത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ പുതിയ
പുതിയ പുതിയ സംരംഭങ്ങളും ഉണ്ടാവും, പുതിയ പുതിയ സിനിമകളും ഉണ്ടാവും, പുതിയ പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരും. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ്. കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, കഴിവുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, അല്ലെ? തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഈവൻ ഈ ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതില് ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക്. ഇപ്പൊ ഈവൻ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത്. സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും ഒരു ഇടൻ ബിസിനസ് ഒഴിഞ്ഞിരിപ്പുണ്ടല്ലേ. എല്ലാം വാർത്താ പ്രാധാന്യം നേടുക, എല്ലാം ഒരു വൈറലാവുക. വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിലൊരു വൈറൽ ചിന്താഗതി ഉണ്ടാവുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ പോസ്റ്റിനെ കുറിച്ച് വന്നാലും പോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്ന സത്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും, അല്ലെ? നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. എല്ലാരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം. അതിൽ പെട്ട ആൾക്കാർക്ക് പല കാര്യങ്ങളും പറയാം. നാദിരയെ കുറിച്ച് പറഞ്ഞത്, നാദിരയ്ക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത്. കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പോരാടി വന്ന ആളാണ്. ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവനാണ്ടാ ഞാൻ എന്നൊക്കെ പറയുന്നത് ചിലപ്പോ നാദിരെ പോലുള്ള ആൾക്കാരെ പറയാം നമുക്ക്. ഒറ്റയ്ക്ക് ആദ്യം ആ സമയത്ത്, അല്ലെ, കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള്. അത് വളരെ സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെ നിരാശപ്പെടുത്തി പിടിച്ച് വീട്ടിലിരുത്തും. അതാണ് ഈ നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത്. വേറെ ഒന്നുമില്ല, നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യമുണ്ട്, ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല. ആരെന്ത് പറയും എന്നുള്ള അത്രേ ഉള്ളൂ. വിനയത്തോടൊക്കെ ആള് പറയുന്നുള്ളതേ ഉള്ളൂ. ഈ കമന്റ് ഇടുന്നവര് നേരെ മുഖത്തിന് മുന്നിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ബിഗ് ബോസ് കിട്ടിയ പോലെ ഇടി അവന്റെ മുഖത്തോട്ട് കിട്ടും അപ്പൊ തന്നെ. അത് വേറെ വിഷയം. റോക്കി എനിക്ക് കുറച്ചാളായിട്ട് അറിയാം. റോക്കി ഭയങ്കര ഇന്നസെന്റ് ആണ് റോക്കി ശരിക്കും. അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ റോക്കിക്കുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ സത്യസന്ധമായിട്ടുള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ളത് മാത്രമേ ഉള്ളൂ. ഓപ്പോസിറ്റ് എന്ന് മറ്റേ വർത്തമാനം പറയാൻ പാടുള്ളൂ. ഈ നെഗറ്റിവിറ്റിയുടെ കാര്യത്തിൽ ബ്രോ ചോദിച്ച നാദ്രയുടെ കാര്യം, നാദ്ര ഇവിടെ എത്തേണ്ടതായിരുന്നു. നാദ്രയുടെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് പറ്റിയതിനെ തുടർന്നാണ് നാദ്ര എത്താൻ പറ്റാതെ പോയത്. നാദ്ര ഇത് പറഞ്ഞ തന്നെ വളരെ സില്ലി ആയിട്ടാണ് എടുത്തത്. നാദ്ര ചോദിച്ചത് ലാലേട്ടനെ കുറിച്ച് പറയുന്നില്ല എന്ന് ചോദിച്ചു. അതിൽ കൂടുതലില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യൂണിഫോമിൽ ലാലേട്ടൻ വയനാട്ടിൽ പോയതിന്റെ ഇഷ്യൂ എല്ലാവരും അറിഞ്ഞല്ലേ. അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് കമന്റുകൾ ചെയ്തു. കുറച്ച് നേരത്തോട് ലാലേട്ടൻ അത് മാറ്റി എങ്ങനെയാണെന്നറിയോ? ലാലേട്ടൻ മീഡിയക്ക് മുന്നിൽ വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ പോയില്ല. ലാലേട്ടന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു. അത് മാത്രമേ ലാലേട്ടൻ ചെയ്തുള്ളൂ. ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ 3 കോടി കൊടുത്തപ്പോൾ ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് മാറിയില്ല. അത്രേ ഉള്ളൂ. നാദ്രയാണെങ്കിലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് വന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ആണെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും. ലാലേട്ടനെ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഞങ്ങൾ ഈ കഥ പറയാൻ വേണ്ടി റോക്കി വെച്ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളും കൂടിയാണ്, ബിസിനസ് എന്റർപ്രണർ ആണ്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞത് റോക്കിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസർ ഉണ്ട്, റോക്കിയുടെ പണം കണ്ടുണ്ട്. അപ്പൊ അതപ്പോ തന്നെ പുള്ളി പറഞ്ഞു ഓക്കെ. കാരണം റോക്കിയെ കാണുമ്പോഴത്തേക്ക് റോക്കി ആരാണ് എന്താണെന്ന് അദ്ദേഹം ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയിട്ടുള്ള ട്രോള് വന്നു, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ട്രോള് വന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞങ്ങൾ അത് കണ്ടുകൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് കഥ. നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നായകനല്ലല്ലോ ആശ്വാസം എന്നാണ്. കാരണം എന്തെങ്കിലും കാണിച്ചു കൂട്ടി ഒരു സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാനായിരുന്നെങ്കിൽ എനിക്കൊന്നും ലജന്റ് ശരവൺ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ പോലെ തിരസ്കരിച്ചിട്ട് നിന്നിട്ട് നമ്മളുടെ ഈ കഥ കേട്ടപ്പോഴത്തേക്കും അതിൽ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ശരി ഞാനത് തയ്യാറാണ്, നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങൾക്ക് വരാനും സഹകരിക്കാനും, ഇനി ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ആക്ടിങ് വർക്ക്ഷോപ്പോ മറ്റു കാര്യങ്ങളോ എന്തിനു വേണ്ടി റെഡി എന്നുള്ള രീതി പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു താങ്ക്സ്. കാരണം അതിന് വിലപ്പെട്ട സമയം, ഒരു ബിസിനസ്മാനാണ്, അത് വിലപ്പെട്ട സമയം മാറ്റി വെച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്.